ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലിലൊക്കെ വന്ന ഒരു വാർത്തയുണ്ട്. ഒരു യുവതി KSRTC ബസ്സിൽ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ അതിൻ്റെ ശരികേടുമൊന്നുമല്ല പറയുന്നത്. പക്ഷേ ആ യുവതി, ആ സ്ത്രീ എൻ്റെ ഭാര്യയാണ്, DYFI നേതാവ് വസീഫിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രചരണം വരിക. അത് ആദ്യം വന്നത് നിങ്ങളുടെയൊക്കെ ചാനലിൻ്റെ, അതൊന്ന് ന്യൂസ് മലയാളം ചാനലിൻ്റെ, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒക്കെയുള്ള എംബ്ലം വെച്ച് അവരുടെ വാർത്തയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കായിരുന്നു. തുടക്കത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ വന്നു, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും ഇത് അയച്ചു തരുമല്ലോ, ഇത് കാണുന്നവരൊക്കെ അയച്ചു തരും. ഒരു കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പേര് കേട്ടാൽ കൊണ്ടോട്ടിയിലെ ഏതോ CPM-കാരുടെ ഇടതുപക്ഷക്കാരുടെ പേജാണ് എന്ന് തോന്നും. കൊണ്ടോട്ടി സഖാക്കൾ അതിൽ വന്നു. പിന്നീട് കുറേയേറെ ആളുകൾ ഇത് ഏറ്റുപിടിക്കുക. അതിലേറ്റവും പ്രയാസം തോന്നിയത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ സെക്രട്ടറിയോ മറ്റോ ആണ്. അവരൊരു പോസ്റ്റ് ഇടുക. കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ DCC സെക്രട്ടറി അവർ ഈ പോസ്റ്റർ എടുത്ത് പ്രചരിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടു. എന്നിട്ട് വ്യാപകമായിടുന്നു BJP കേരളം പേജ്. അങ്ങനെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP ഹാൻഡിലുകളിൽ നിന്ന്, ഒരു വലതുപക്ഷ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ വരിക. ഇത് ആദ്യത്തെ ഒരു പ്രചരണമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. എനിക്കെതിരെ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കെതിരെ വ്യക്തിപരമായി ഇതുപോലെയുള്ള പല പോസ്റ്റുകളും ആക്ഷേപങ്ങളും നമ്മുടെയൊക്കെ പേജിനടിയിലൊക്കെ തെറിവിളിയൊക്കെ വരാറുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നേരത്തെ EP ജയരാജൻ സഖാവിൻ്റെ ഒരു മോഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചത് ഓർമ്മയുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉയർന്ന നേതൃത്വം തന്നെ പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് അത് അവർ ഡിലീറ്റ് ചെയ്തു. ഇതൊരു തവണ പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്താലും ആ പോസ്റ്റ് ചെയ്ത സാധനം അപ്പം തന്നെ എടുത്ത് ബാക്കിയുള്ളവർക്ക് പ്രചരിപ്പിക്കാമല്ലോ. ഇവരിത് ഡിലീറ്റ് ചെയ്തോ ഇല്ലേ എന്ന് ആരും നോക്കില്ല. ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, ഞാനത് ഡിലീറ്റ് ചെയ്താലും ഞാൻ പോസ്റ്റ് ഇട്ട സമയത്ത് അത് കണ്ട ആളുകൾക്ക് അത് എടുക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നീട് ഞാൻ പോയി എൻ്റെ പോസ്റ്റ് കണ്ട് പ്രചരിപ്പിച്ച ആളുകൾ പിന്നീട് അത് പോയി നോക്കുന്നത് വളരെ അപൂർവ ആളുകളായിരിക്കും. ഇപ്പോൾ ഈ DCC സെക്രട്ടറിയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന അവരുടെ പ്രവർത്തകരുണ്ടാവുമല്ലോ. നേരത്തെ EP ജയരാജൻ സഖാവിനെതിരെ, ഞങ്ങളുടെ നേതാക്കന്മാർ റിയാസ് സഖാവിനെതിരെ, റഹീം സഖാവിൻ്റെ ഭാര്യക്കെതിരെ, ഞങ്ങളുടെ അന്തരിച്ചു പോയ SFIയുടെ മുൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് P ബിജുവിൻ്റെ ഭാര്യക്കെതിരെ എന്തൊക്കെ പ്രചരണം നടത്തി ഈ കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ നിങ്ങൾ കണ്ടു. നമ്മൾ കരുതി ഇനിയിപ്പോൾ ഇവർ അധികാരത്തിലെത്തി, കുറേ ഫേക്ക് പേജുകൾ കൊണ്ട് അധികാരത്തിലെത്തി, ഫേക്ക് പേജുകൾ കൊണ്ട് മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, അവരൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ കേട്ടല്ലോ, KC വേണുഗോപാലിനെതിരെയും രമേശ് ചെന്നിത്തലക്കെതിരെയൊക്കെ വലിയ പ്രചരണം നമ്മളിവിടെ കണ്ടു. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള, എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. എവിടെയാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം എന്ന് നമുക്ക് ആർക്കും അത്യാവശ്യം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വന്നു. ഇങ്ങനെ വ്യാപകമായുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ ഏറ്റുപിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഇത് അവസാനിപ്പിക്കണം. ഇപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ചില പേജുകളിൽ നിന്ന് ഇപ്പോൾ മറ്റു ചില പേരുകൾ വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കൗണ്ടർ നരേഷൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാക്കാനോ ഒക്കെ ചില ആവേശത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ, ഇപ്പോൾ എന്നെയൊക്കെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ തിരിച്ചും അതേ നാണയത്തിൽ തിരിച്ചടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അങ്ങനെ 1-2 എണ്ണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനത് തിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു രീതിയല്ല, നമ്മുടെ സംഘടനാ രീതി അങ്ങനെ ഈ ഒരു വ്യാജ പ്രചരണം നടത്തുന്നതല്ല എന്ന് പറയാൻ ഞങ്ങളൊക്കെ സമയം കണ്ടെത്താറുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിലെന്തോ സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ കൊടുത്ത നിർദ്ദേശം തന്നെ വേണമെങ്കിൽ കാണിച്ചു തരാം. പലപ്പോഴും പല മാധ്യമ സുഹൃത്തുക്കളോടൊക്കെ ഞങ്ങളത് വ്യക്തിപരമായി ബന്ധമുള്ളവരോട് ഞങ്ങളത് പറയാറുണ്ട്. ഇങ്ങനെ പല പേജുകളിൽ നിന്നും വരുന്ന പ്രചരണങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല, ഞങ്ങൾ അതിനെ തിരുത്താറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ടാണ് ഈ DCC സെക്രട്ടറിയൊക്കെ ഇങ്ങനെയുള്ള പേജ്, ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. ചാനൽ പറഞ്ഞു ഞങ്ങളുടേതല്ല. ന്യൂസ് മലയാളം ചാനൽ ഒരു വാർത്ത ചെയ്തു, ഞാൻ കണ്ടു. അവർ പറഞ്ഞതിന് ശേഷവും ആര് പ്രചരിപ്പിക്കുകയാണ്? ഈ DCC സെക്രട്ടറി ഇത് അല്ല, പത്തനംതിട്ട DCC സെക്രട്ടറി എന്നാണ്. അപ്പോൾ കൈരളി ചാനൽ അവരുടെ പേരും ഫോട്ടോയൊക്കെ വെച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതാ വാർത്തയുണ്ട്. അവരുടെ പേര് മുംതാസ്, മറ്റോ പേരുള്ള DCC സെക്രട്ടറി. ഇങ്ങനെ
ആ സ്ത്രീയുടെ പേര് പോസ്റ്റ് ഇട്ട പേരാ? അല്ല, പോസ്റ്റ് ഇട്ടത് മുന്താസ് അല്ല. അതെ, ഇങ്ങനെയുള്ള പേജുകൾ വരിക, ഈ പേജുകളിൽ നിന്ന് വാർത്തകൾ വരിക, അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവരാണ്. ഇപ്പൊ ഞാനതിലേക്ക് നോക്കുമ്പോൾ ബിന്ദു, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ബിന്ദു ബിനു, ഈ പത്തനംതിട്ട. അവരുടെ പേജിലേക്കുള്ള ലിങ്കാ ഞാനിപ്പോൾ നോക്കും. ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്താലും ആളുകൾ എടുത്ത് പ്രചരിപ്പിക്കേണ്ട, അതിൻ്റെ സ്ക്രീൻഷോട്ട് പോകേണ്ടതും ഒക്കെ പോവുകയല്ലേ. അപ്പോൾ ഇത് UDF-നോടും BJP-യോടൊക്കെ പറയാനുള്ളത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്.